ഈ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഓഹരി വിപണിയെ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നതെന്നുള്ളത്. ഇത് ലോകം മുഴുവനുമുള്ള പല ഇക്കണോമിക് കണ്ടീഷൻസും, ജോബ്ലെസ് ഡേറ്റ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു, ഇൻഫ്ലേഷൻ കുറഞ്ഞു, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വാർ സിറ്റുവേഷനുണ്ട്, രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ യുക്രൈനിൽ വാർ നടക്കുന്നു. അപ്പം റഷ്യയിലെ എക്കോണമി ചിലപ്പോൾ വീക്കായിരിക്കും, യുക്രൈനിലെ എക്കോണമി വീക്കായിരിക്കും, അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് മിക്കവാറും തകർന്നടിയിരിക്കുമായിരിക്കും. അപ്പോൾ 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വേൾഡ് മൊത്തമുള്ള എക്കോണമിയൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് അവരത് മറന്നിട്ട് പുതിയ ന്യൂസിൻ്റെ പുറകെ പോകും. ഇതാണ് എന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പഴയ ന്യൂസ് ഡിസ്കൗണ്ട് ചെയ്ത് പുതിയ ന്യൂസിന് പുറകെ പോകും. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഇലക്ഷനെ കുറിച്ചുള്ള ന്യൂസ് വരുമ്പോൾ വേറൊരു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർ സിറ്റുവേഷനെ കുറിച്ചുള്ള ന്യൂസെല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് പുതിയ ന്യൂസിൻ്റെ പുറകെ വന്നതുകൊണ്ട് മാർക്കറ്റ് പിന്നെ പോസിറ്റീവ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമ്മുടെ മാർക്കറ്റിനെയും ബാധിക്കാറുണ്ട്.